NCPയിൽ വീണ്ടും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി തോമസ് കെ തോമസ് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്തുമായി തോമസ് കെ തോമസ് സംസാരിച്ചു. AK ശശീന്ദ്രൻ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു, അതുകൊണ്ട് അദ്ദേഹം ഇനി മന്ത്രിയായി തുടരണമോ എന്നുള്ളത് ആലോചിക്കണം. താൻ കുട്ടനാട്ടിൽ MLA ആയതുകൊണ്ട് കൂടിയാണ് AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത്. ഒരൊറ്റ MLA ആയിരുന്നെങ്കിൽ 2.5 വർഷമേ കിട്ടുമായിരുന്നുള്ളൂ എന്നതും AK ശശീന്ദ്രൻ ഓർമ്മിക്കണം. അതുകൊണ്ട് മന്ത്രിസ്ഥാനം തനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് തോമസ് കെ തോമസ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്തിനോട് പറഞ്ഞു. അത് നമുക്ക് ശ്രീജിത്തിലേക്ക് ഒന്ന് പോയി വരാം. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ലാക്കോട്ടൂരിലുള്ള ബനിയൻ ചേട്ടൻ്റെ കടയിൽ നല്ല ദോശയൊക്കെ കഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരാം ശ്രീജിത്തിലേക്ക്. അതിനു മുമ്പ് ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കൊടുത്തിട്ട് വരാം. തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിന് അവകാശവാദം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നു. റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ NCPയിലെ മന്ത്രിസ്ഥാനത്തിന് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയാണ് കുട്ടനാട് MLA തോമസ് കെ തോമസ്. ദേശീയ നേതൃത്വം മുന്നിൽ വെച്ചുണ്ടായ ധാരണ പാലിച്ചേ മതിയാകുമെന്നാണ് തോമസിന്റെ നിലപാട്. പവാർജി അദ്ദേഹം എഗ്രി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അതിന് ഒരു പരിഹാര മാർഗം അദ്ദേഹം തന്നെ കണ്ടേ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിനുള്ള മാർഗം നോക്കണം. അത് അത്രയേ ഉള്ളൂ. എന്തായിരുന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് വാക്ക് മാറുന്നത് ശരിയല്ലല്ലോ. കോൺഗ്രസ് വിട്ട് NCPയിലേക്ക് വന്ന് സംസ്ഥാന അധ്യക്ഷനായ PC ചാക്കോയാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നും തോമസ് കെ തോമസ് ആരോപിച്ചു. പുതിയതായിട്ട് NCPയിലോട്ട് വന്നിട്ടുള്ളവർക്ക് പല ഇന്റൻഷൻ കാണുമല്ലോ. നമുക്കങ്ങനൊന്നുമില്ലോ. നമുക്ക് ഇവിടുത്തെ NCP എന്ന് പറയുന്നത് ശരിക്കും തോമസ് ചാണ്ടിയാണ് അതിന്റെ കാതലായ ബേസ്, അല്ല വേറെ ആരുമൊന്നുമല്ല. അല്ലാത്തവരെന്ന് പറഞ്ഞാൽ അവർക്ക് വന്നതിന് ഓരോ ഇന്റൻഷൻ ഉണ്ട്. അല്ല ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നതല്ല, ഒരു ദൂരക്കാഴ്ചയിൽ വന്നവരാണ്. ഇന്നതൊക്കെ ഇന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് കണ്ടുകൊണ്ട് വന്നവരാ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള മന്ത്രി AK ശശീന്ദ്രൻ സ്ഥാനമൊഴിയണോ എന്ന് സ്വയം തീരുമാനിക്കണമെന്നും തോമസ് കെ തോമസ് പ്രതികരിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് പറ്റുമോ ഇല്ലയോ, എല്ലാത്തിനും ഒരു നീതി ന്യായമുണ്ട്. അന്യായമായിട്ട് ആര് ചെയ്താലും അത് നിലനിൽക്കത്തില്ല. അതാണ് അതിന്റെ വിഷയം. മന്ത്രിസ്ഥാനം വീതം വെക്കാൻ പാർട്ടിയിൽ ധാരണയില്ലെന്ന് കള്ളം പറയുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിസ്ഥാനം തന്റെ ഔദാര്യമാണെന്ന് മറക്കരുതെന്നും തോമസ് കെ തോമസ് ഓർമ്മിപ്പിച്ചു. ഏതായാലും ഒരു MLA ഉണ്ടായിരുന്നുള്ള 2.5 വർഷമേ ഉള്ളൂ. 2 MLA ഉള്ളത് കൊണ്ടാണല്ലോ 5 വർഷം കിട്ടിയത്. അപ്പോൾ തോമസ് കെ തോമസും കുട്ടനാട്ടിൽ നിന്ന് ജയിച്ച് വന്നുകൊണ്ടാണല്ലോ ശശീന്ദ്രൻ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കണം. ഔദാര്യമാണ് തോമസ് കെ തോമസിന്റെ ഔദാര്യത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അതിനു പകരം അപവാദം പറഞ്ഞു വരുത്തോ അല്ല ഇങ്ങനെ തീരുമാനമില്ലാന്ന് കള്ളത്തരം പറയുന്ന അല്ല ശരിയായിട്ടുള്ള കാര്യങ്ങൾ. മുഖ്യമന്ത്രിക്കും LDF കൺവീനർക്കും കത്ത് നൽകിയ ശേഷമാണ് മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള തോമസ് കെ തോമസിന്റെ പുതിയ നീക്കം. NCPയിൽ നിന്ന് തോമസ് കെ തോമസിന്റെ പേര് നിർദ്ദേശിച്ചാൽ മന്ത്രിയാക്കാൻ തടസ്സമില്ലെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഒരു ഇടവേളയ്ക്കു ശേഷം വീണ്ടും തോമസ് കെ തോമസ് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. PC ചാക്കോ അടക്കമുള്ളവരുടെ നിലപാട് നിർണായകമായിരിക്കും. AK ശശീന്ദ്രൻ എന്തായാലും മന്ത്രിസ്ഥാനം ഒഴിയാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുത്ത നീക്കങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഒന്നെറിഞ്ഞു നോക്കുകയാണോ തോമസ് കെ തോമസ്? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തോമസ് കെ തോമസ് ഇത്തവണ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള നീക്കം ഒരു കടുത്ത നീക്കമായിട്ട് തന്നെയാണ്. അത് ഒരു വെറുതെയുള്ള നീക്കമായി അദ്ദേഹം കാണുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട് തന്റെ ഈ മന്ത്രിസ്ഥാനത്തേക്കുള്ള വരവിന് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. NCP അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ച് കത്ത് നൽകിയാൽ മന്ത്രിയാക്കുന്നതിന് തടസ്സമില്ല എന്നാണ് തോമസ് കെ തോമസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചത്. ആ നിലയ്ക്കുള്ള നീക്കമാണ് ഇപ്പോൾ തോമസ് കെ തോമസ് നടത്തുന്നത്. ജൂൺ 4-ന്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വരുന്നതിന് മുമ്പ് തന്നെ തോമസ് കെ തോമസ് ശരത് പവാറിനെ കണ്ട് തന്നെ മന്ത്രിയാക്കണമെന്ന കാര്യത്തിൽ നടപടി ആവശ്യപ്പെടും. ഇപ്പോൾ പാർട്ടി തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ്. കാരണം ചിഹ്നവും മറ്റും അജിത് പവാർ വിഭാഗത്തിനാണ്. ശരത് പവാർ കോൺഗ്രസിലേക്ക് പോകുന്ന അഭ്യൂഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്റെ കാര്യത്തിൽ ഏറ്റവും വേഗത്തിൽ തീരുമാനം വേണം എന്ന അഭിപ്രായമുണ്ട്. മാത്രമല്ല മറ്റു പല ക്രൈസ്തവ സഭകളിലെയും മറ്റുമുള്ള സമ്മർദ്ദവും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തിനും LDF നേതൃത്വത്തിനും മുകളിലേക്കും വരുന്നുണ്ട്. എന്തായാലും മന്ത്രിസ്ഥാനം ലഭിച്ചേ മതിയാകൂ എന്നുള്ള കർശനമായ നിലപാടിലേക്ക് തോമസ് കെ തോമസ് പോവുകയാണ്. അതിനുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികളുമായിട്ടുള്ള ആശയവിനിമയം തോമസ് കെ തോമസ് നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ വെറുതെയല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് കടമ നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ശശി തന്നെ മാറ്റി തന്നെ മന്ത്രിയാക്കണം, അത് 2 വർഷം എന്നുള്ള ഒരു ധാരണ പാർട്ടിയിൽ നേരത്തെ ഇപ്പോൾ അജിത് പവാർ വിഭാഗത്തിനൊപ്പം പോയ പ്രഫുൽ പട്ടേലിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് എടുത്ത തീരുമാനം നടപ്പിലാക്കണമെന്നാണ് തോമസ് കെ തോമസ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് കടുത്ത പ്രതികരണങ്ങളുമായി അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീജിത്ത്, ഇതിൽ തോമസ് കെ തോമസിനെ പിന്തുണയ്ക്കാൻ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ?
തോമസ് കെ തോമസ് പാർട്ടിയിൽ ഇപ്പോൾ പി സി ചാക്കോ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ശശീന്ദ്രനൊപ്പമുള്ള ആളുകളാണ് പ്രബല വിഭാഗം. എന്നാൽ തോമസ് കെ തോമസ് MLA ആണ്. അദ്ദേഹത്തിനും ആലപ്പുഴ മേഖലയിൽ സ്വാധീനമുണ്ട്. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വം ഒരു നീതിയുക്തമായ തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. ഒപ്പം LDF നേതൃത്വം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മറ്റുമുള്ള പിന്തുണയും തനിക്ക് ലഭിക്കുമെന്ന് തോമസ് കെ തോമസ് കരുതുന്നു. മാത്രമല്ല ചൂണ്ടിക്കാണിക്കുന്ന വിഷയം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം അലട്ടുന്ന ശശീന്ദ്രന് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള പരിമിതികളുണ്ട്. ഈ പരിമിതികൾ മനസ്സിലാക്കിയുള്ള ഒരു അനുകൂലമായ തീരുമാനം പാർട്ടി നേതൃത്വം കൂടി കൈക്കൊണ്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ മോശമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് തോമസ് കെ തോമസ് പാർട്ടി നേതൃത്വം നൽകുന്നത്. അതുകൊണ്ടാണ് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ മഹാരാഷ്ട്രയിലെത്തി ശരത് പവാറിനെ കാണാനായി തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റു വഴികൾ നോക്കും എന്ന് നമ്മൾക്ക് നൽകിയ പ്രതികരണത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുണ്ട്. അത് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ, അല്ലാതെ ഒക്കില്ല എന്നുള്ള പ്രതികരണമാണ് കുട്ടനാടൻ ശൈലിയിൽ തോമസ് കെ തോമസ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ തന്റെ നീക്കങ്ങൾ വെറുതെ അല്ല, ശക്തമായ ഒരു നിലപാടിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന മുന്നറിയിപ്പാണ് തോമസ് കെ തോമസ് പാർട്ടി നേതൃത്വത്തിൽ മറ്റും നൽകുന്നത്. ഓക്കെ, താങ്ക് യു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.